എൻ്റെ പേര് സിന്ധു ബെന്നി. ഞാൻ കണ്ണൂർ ജില്ലയിലെ തേർത്തലി എന്ന സ്ഥലത്ത് വിമലശ്ശേരി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ പ്രധാനമായിട്ടും എൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ സാക്ഷ്യത്തിനായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിന് കുറേ നാളായിട്ട് 2 വർഷമായിട്ട് വയറ്റിൽ ഭയങ്കരമായ അസിഡിറ്റിയും ഹൈപ്പറായിട്ടുള്ള അസിഡിറ്റി, അൾസർ പോലുള്ള അൾസറോ കൊളൈറ്റീസ് എന്ന് പറഞ്ഞ വൻകുടലിൽ കുരുക്കൾ വരുന്ന രോഗം, പിന്നെ നല്ല ഗ്യാസ് ട്രബിൾ, അങ്ങനെ ഉദരസംബന്ധമായ നല്ല അസുഖങ്ങളുണ്ടായിരുന്നു 2 വർഷമായിട്ട്. അപ്പോൾ ആദ്യമേ ഡോക്ടർ പറഞ്ഞു ഒരു 2-3 വർഷക്കാലമെങ്കിലും ഈ അൾസറിൻ്റെ ഗുളിക കഴിച്ചെങ്കിൽ മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഈ കുരുക്കൾ മാറുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നാൾ ഗുളിക കഴിച്ചു, പിന്നെ അത് സ്റ്റോപ്പാക്കി. പിന്നെ ഞാൻ എപ്പോഴും ഉടമ്പടി തൈലം എടുത്ത് ആ സമയത്തായിരുന്നു ഈ അസുഖം വന്നതിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. 2019 നവംബറിൽ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം എടുത്തപ്പോഴും വയറ് തിരുമ്മി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഉപ്പിട്ട് കഞ്ഞിവെള്ളം കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അസുഖം മാറി. പിന്നെ ഇതുവരെ മരുന്ന് കഴിച്ചിട്ടേ ഇല്ല. ഒരു 3-4 വർഷമൊക്കെ ഇതിന് ഗുളിക കഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടേ ഇല്ലായിരുന്നു. ഇപ്പം നന്നായിട്ട് അസുഖം മാറി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങളിവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പം അച്ഛൻ പറഞ്ഞ എൻ്റെ തമ്പുരാനെ, എൻ്റെ 30 വർഷത്തെ കുർബാന സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഈ മകൻ്റെ വയറിലെ അൾസർ മാറ്റിത്തരണമേ എന്ന് പറഞ്ഞ് അച്ഛൻ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. അതിന് ശേഷമാണ് പെട്ടെന്ന് അസുഖം മാറി കിട്ടിയത്. പിന്നെ അതുപോലെ രണ്ടാമത്തെ സാക്ഷ്യം, അതും എൻ്റെ ഹസ്ബൻഡിൻ്റെ കണ്ണിന് എക്സ്ട്രാ ഡ്രൈനസ് ആയിരുന്നു, സിവിയർ ആയിട്ടുള്ള ഡ്രൈനസ് ഉണ്ടായിരുന്നു. അത് എങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല. പെട്ടെന്ന് ഒരു 2 വർഷം മുന്നത്തെ ആ സൂര്യഗ്രഹണം ഒന്ന് നോക്കിയായിരുന്നു കണ്ണാടി ഇല്ലാതെ. അപ്പം ഒരു നിമിഷം നോക്കിയുള്ളൂ. എന്നാലും അത് ഞങ്ങളെല്ലാവരും നോക്കി, വിശാലമായിട്ട് നോക്കി. പക്ഷേ ഞങ്ങൾക്കാർക്കും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് നോക്കിക്കഴിഞ്ഞ് ഹസ്ബൻഡിനോട് ബന്ധുക്കളൊക്കെ പറഞ്ഞു, അയ്യോ ഇങ്ങനത്തെ വലിയ അപകടമാണല്ലോ, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും കണ്ണിൻ്റെ കാഴ്ച പോകുമെന്ന് ഇങ്ങനെ ഒരു ബന്ധു പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പം കക്ഷിക്ക് ഭയങ്കര പേടിയായി. അങ്ങനെ പെട്ടെന്ന് പിറ്റേ ദിവസം തൊട്ടാണ് ഡ്രൈനസ് ആണെന്ന് പറയാൻ തുടങ്ങി. ഇങ്ങനെ 2 വർഷം ഭയങ്കരമായ ഡ്രൈനസ് ആയിരുന്നു. ഞങ്ങൾ അലോപ്പതി, ആയുർവേദം, നമ്മുടെ എല്ലാവിധ മരുന്നുകളും ഡ്രോപ്സ് ഉപയോഗിച്ചു, കുറയുന്നില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഞാൻ ഇത് പറഞ്ഞ പോലെ അച്ഛൻ പ്രാർത്ഥിച്ചു, കണ്ണിൽ കൈതൊട്ട് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ഉടമ്പടി തൈലം എപ്പോഴും കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എന്നിട്ട് ഒരു നവംബറൊക്കെ ആകുമ്പോഴും കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ അവസാനം ഡേറ്റ് ഇട്ട് ഡിസംബർ 30 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. കാരണം നോമ്പ് കാലമാണ്. ഞാൻ ശക്തമായി നോമ്പെടുത്തു, ഞാനും മോളുമൊക്കെ. അങ്ങനെ ഡിസംബർ 31 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. കറക്റ്റ് 31 ആയപ്പോഴത്തേനും അസുഖം കംപ്ലീറ്റ് മാറി. ഇപ്പോൾ ഇതുവരെ അങ്ങനെ അത് പറഞ്ഞിട്ടില്ല. വല്ലാണ്ട് വളരെ ടെൻഷനിലായി പോയായിരുന്നു ഞങ്ങൾ എല്ലാവരും ഈ കണ്ണിൻ്റെ അസുഖം കാരണം. അതുപോലെ തന്നെ 2 വർഷമായിട്ട് ഹസ്ബൻഡ് ഹോട്ടൽ ഫീൽഡാണ്. അപ്പം കൊറോണ ആയത് കാരണം ഹോട്ടലിൻ്റെ ജോലി നിർത്തി ഞങ്ങളിങ്ങ് നാട്ടിലേക്ക് എറണാകുളത്തായിരുന്നു, GM ആയിട്ടായിരുന്നു. അപ്പോൾ നിർത്തി പോന്നിരിക്കുമായിരുന്നു. അപ്പം പെട്ടെന്ന് ഞങ്ങൾ കൊറോണയൊക്കെ തീരുന്ന സമയമായപ്പോഴത്തേനും പ്രാർത്ഥിച്ചു, ഇനി ജോലിക്ക് കയറാൻ കുഴപ്പമൊന്നുമില്ല, ഒരു നല്ല ജോലി തരണേ തമ്പുരാനെ എന്നൊക്കെ പ്രാർത്ഥിച്ചു. ഇവിടെ വന്നും പ്രാർത്ഥിച്ചു. 2 ജോലി ഒരുമിച്ച് കിട്ടി ആ സമയത്ത് കറക്റ്റ്. അപ്പം അച്ഛൻ പറഞ്ഞു, ജോസഫച്ചൻ പറഞ്ഞു ഇന്ന ജോലിക്ക് കയറിയാൽ മതി എന്ന് പറഞ്ഞു തന്നു. അങ്ങനെ ആ ജോലിക്ക് കയറി ഇപ്പം കുഴപ്പമൊന്നുമില്ലാണ്ട് സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു. പിന്നെ മോളുടെ ഒരു സാക്ഷ്യമുണ്ട്. മോളുടെ കാലിൻ്റെ വിരലിൻ്റെ ഒരു അസ്ഥി പൊട്ടിയിരുന്നു. അപ്പം അവൾക്ക് ആ സമയത്തായിരുന്നു സ്കൂളിൻ്റെ ആനിവേഴ്സറിയൊക്കെ. അപ്പം ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, 2-3 ഡാൻസ് ഉണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു 3 മാസത്തേന് കാലനക്കു പോലും ചെയ്യരുത്, നടക്കുകയും ചെയ്യരുത്, ഇങ്ങനെ ഉപ്പൂറ്റി കുത്തി മാത്രമേ നടക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം സ്കൂൾ പ്രിൻസിപ്പളൊക്കെ വിളിച്ച് പറഞ്ഞു, മോളാണ് മെയിനായിട്ടും കളിക്കുന്നത്, അപ്പം അവളെ വിടാതിരിക്കാൻ പറ്റിയല്ല, പെട്ടെന്ന് ഒരാളെ കണ്ടുപിടിച്ചൊന്നും ഡാൻസൊന്നും കളിപ്പിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ മാതാവിൻ്റെ തൈലം എടുത്ത് 2-3 പ്രാവശ്യം കുരിശ് വരച്ച് നന്നായിട്ട് കാല് തിരുമിയിട്ട് അവളെ ഡാൻസിന് വിട്ടു. ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഈ അസ്ഥി പൊട്ടിയിട്ട്. അവൾ 2-3 ഡാൻസൊക്കെ കളിച്ചു. പിന്നെ അന്നും ഒരു കാല് തട്ടിയില്ല, നല്ല ഡാൻസൊക്കെ ആയിരുന്നു, ഒരു കുഴപ്പമില്ലാതെ ഡാൻസ് കളിച്ചിട്ട് വന്നു. പിന്നെ ഡോക്ടറെ അടുത്ത് പോയി സ്കാൻ ചെയ്തപ്പം ഒരു കുഴപ്പമില്ലാണ്ട്